നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വരെ ചൂടായിരുന്നു പ്രശ്നം. പക്ഷേ ചൂട് മാറി മഴ എത്തിയപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം, കുറച്ചൊക്കെ തണുത്തെങ്കിലും നമ്മുടെ സംസ്ഥാനം കേരളമൊക്കെ കുറച്ച് തണുത്തെങ്കിലും വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ജില്ല തിരിച്ചാൽ ഓരോ വിഷമങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം പറയുമ്പോൾ തിരുവനന്തപുരം മൊത്തം മുങ്ങിയ അവസ്ഥയിലാണ്. ഇന്നലത്തെ ദൃശ്യം കണ്ട് ഞെട്ടിപ്പോയി. അതായത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലായാലും വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുന്നത് വെള്ളമാണ്. നീന്തി പോകാൻ പറ്റില്ല, ആ രീതിയിൽ വെള്ളം മുങ്ങി. ഞാൻ വൈകുന്നേരത്ത് കിഴക്കേക്കോട്ട എത്തുമ്പോൾ അവിടെ വെള്ളക്കെട്ട് തന്നെയാണ് എല്ലാം. ഇവിടെ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ മന്ത്രി റിയാസും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലൊരു വാഗ്വാദം ഉണ്ടായിരുന്നു ഇവിടുത്തെ പണി നടക്കുന്നില്ല, ഇഴങ്ങി നീങ്ങുന്നു എന്ന രീതിയിൽ. അത് കഴിഞ്ഞ് ഇത്രയും മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ എവിടെ തുടങ്ങിയോ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും കൈപ്പിടിച്ചാണ് തിരിച്ചു പോകാൻ പറ്റുന്നത്. കാരണം റോഡുണ്ട് ഏതാണ്, കുഴി ഏതാണ് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്കറിയാം ഇത് കെട്ടിട പണി കഴിഞ്ഞിട്ട് കല്ലുകളും കമ്പികളും ഒക്കെ കൂർത്തിരിക്കുകയാണ് അവിടെ. ഒരാൾ വീണ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇപ്പം പല പ്രാവശ്യം അവിടുത്തെ പല സ്ഥലങ്ങളും ഇപ്പം ഹൃദയഭാഗങ്ങൾ പോലും വെള്ളത്തിനടിയിലാണ്. ഇപ്പം വലിയൊരു ദുരന്തമാണ് സത്യം പറയാൻ കാത്തിരിക്കുന്നത്. ഇനി കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്കൊരു 1.5 മണിക്കൂർ നിർത്താതെ മഴ പെയ്തപ്പോൾ തന്നെ ആ മൊത്തത്തിൽ നഗരം മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പം നമുക്കറിയാം ഇനി ന്യൂനമർദ്ദം അടുത്ത ആഴ്ചയോടെ ശക്തി പ്രാപിക്കുള്ളൂ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇനിയൊരു ന്യൂനമർദ്ദം പ്രാപിച്ച് ഇനി വീണ്ടും ഒരു മഴ വരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. ഇപ്പം മൊത്തം ഏറ്റവും വലിയ ദുരന്തവും കാത്താണ് തിരുവനന്തപുരം നിൽക്കുന്നത്. ആ രീതിയിലേക്ക് ഇവിടുത്തെ മേയർക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മറ്റു വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ മേയറൊന്നും കാണാൻ പോലും എന്താണ് ഇവിടെ ഒരു ഇതുപോലും നഗരസഭയൊക്കെ അലംഭാവം തുടരുകയാണ്. എന്താണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഴക്കാല പൂർവ്വ ശുചീകരണം എന്തൊക്കെ നടക്കുന്നല്ലോ, അങ്ങനെ മഴക്കാലത്തിന് മുമ്പായി ചെയ്യുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടു. പക്ഷെ ഒന്നും നമ്മൾ കാണുന്നില്ല എവിടെയെങ്കിലും. മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവൻ അപകടത്തിലാണ് മനുഷ്യൻ്റെ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരുടെ. ചാലയിൽ മറ്റു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ മഴ പെയ്തിട്ട് ആളുകൾ കടവരത്തിൽ കയറിയെന്നവർ തിരിച്ചിറങ്ങുമ്പോൾ പലരും കാല് കുഴിക്കാത്തവർ കിട്ടുന്നുണ്ട്. നമ്മൾ കുഴിയോടെ നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മൾ പഴയ ഓർമ്മയിൽ നടക്കുമ്പോൾ നമുക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാചകവാതക സിലിണ്ടർ വെട്ടണം വലിയൊരു ടാങ്കർ തന്നെ ഈ മംഗലപുരം ഭാഗത്ത് മറിഞ്ഞത്. അത് ആ ഡ്രൈവർ പറഞ്ഞത് കേട്ടാൽ തന്നെ പേടിച്ചു. അത് റോഡ് മനസ്സിലാവുന്നില്ല. ഒരു ഊഹം വെച്ച് പോയപ്പോഴത്തേക്കും മണ്ണിൽ പുതങ്ങി പോയതാണ്. അപ്പൊ സാധാരണക്കാർ ഒരാൾ വണ്ടിയും കൊണ്ട് പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയത്. അപ്പം അത്തരത്തിൽ വലിയ രീതിയിൽ മഴ ഇപ്പൊ ഇവരെല്ലാവരും പഴിക്കുന്നത് മഴയാണ്. മഴ പെയ്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായി അടിസ്ഥാനപരമായിട്ട് തന്നെ. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് മൺസൂൺ വരുന്നതിന് മുന്നോടി ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ജൂണിൽ വരെയുള്ള മഴ ചിലപ്പോൾ മെയ്യിൽ പെയ്തിരിക്കും. അപ്പൊ അതിന് മുന്നോടി ചെയ്തതൊക്കെ ചെയ്യേണ്ടതല്ലേ? കാരണം ചെയ്ത് തീർക്കേണ്ട പണികൾ പോലും എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും പെൻഡിങ് ആണ്, തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇവിടെ എല്ലാവർക്കും കൂടെ വിഹിതം വെച്ചാൽ കൊടുത്തു വരുമ്പോഴത്തേക്ക് സമയമാവും. അപ്പോഴേക്കും നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. ഇപ്പൊ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ചെന്നൈയിലൊക്കെ പിന്നെ ജോലി ചെയ്തിരുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും പറയുമായിരുന്നു ചെന്നൈയിൽ അവിടെ ഈ മഴക്കാലം വന്നുള്ള അവസ്ഥ അറിയില്ല. പക്ഷേ ചെന്നൈ കോർപ്പറേഷൻ അവിടെ എപ്പോഴും വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പ് നടത്തുമെന്നാണ് അവർ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട്. കാരണം ഇത് വന്ന തമിഴ്നാട്ടിലെ കാര്യം പറയാം, മഴ കുറവാണ്, പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിത് വളരെ നേരത്തെ തന്നെ കൃത്യമായി അതിനു വേണ്ടി പദ്ധതി ആവിഷ്കരിക്കുക, അത് നടപ്പിലാക്കുമെന്ന് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യും. പല മലയാളി IAS ഉദ്യോഗസ്ഥന്മാരും അവിടെ കമ്മീഷണർമാരായിരുന്നു, കോർപ്പറേഷൻ കമ്മീഷണർ ചെന്നൈയിൽ. പക്ഷെ അവരെല്ലാം അത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയും അതുകൊണ്ട് തന്നെ ഈ ചെന്നൈ നഗരത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇടയ്ക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി പോലും ഒരുവിധം അവരത് നേരത്തെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പറച്ചിലേ ഉള്ളൂ, ഒന്നും പ്രവൃത്തിയില്ല, ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം മഴയെക്കുറിച്ചാണ്. ഇപ്പം തിരുവനന്തപുരത്തെ മഴയെക്കുറിച്ച് പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ജില്ലകളിലും ഇതുപോലെ മഴ കടന്ന് വലിയ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പഴിക്കുമ്പോഴും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അധികൃതർ പഴിക്കുന്ന മഴയാണ്. പക്ഷേ യഥാർത്ഥ വില്ലനോടെ മഴയാണോ അതോ അധികൃതരാണോ? അതാണ് നമ്മളിന്ന് ലൂസ് ടോക്കിൽ പ്രധാനമായിട്ടും സംസാരിക്കേണ്ടതാണ്. കാരണം അത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ ഈ മഴയെ പഴിച്ചിങ്ങനെ പോകുമ്പോഴും മഴ ഇപ്പോൾ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇവർ പറയുന്നത് ഈ മീനുകൾ ചത്തുപൊങ്ങിയത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ആലുവയിലെ സംഭവം എറണാകുളത്ത് ഈ ഒരു സംഭവം ഏകദേശം വലിയ രീതിയിലുള്ള നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്, മത്സ്യ കർഷകർക്കൊക്കെ തന്നെ സാമ്പത്തിക നഷ്ടവും ആരോഗ്യത്തെ ബാധിക്കും ജനങ്ങളെ. കാരണം ഇതൊരു അത്ഭുത. നമ്മുടെ റിപ്പോർട്ടർ പീയൂഷ് അവിടെ പോയി നല്ല റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ നമ്മൾ അന്തം കൊണ്ടുപോണ ദൃശ്യങ്ങളാണ് അതിൽ വരുന്നത്. മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തു പൊങ്ങി ഇങ്ങനെ കിടക്കുന്നത്. ഇതിങ്ങനെ ഓക്സിജൻ അളവ് കുറഞ്ഞെന്നാണ് പെട്ടെന്ന് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ ശ്വാസം കിട്ടാൻ വേണ്ടി വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരികയും പിന്നീട് അത് ചത്ത് അവിടെ മുഴുവൻ പരക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യമുള്ളതേ, ചിലപ്പോൾ ഇത് മനസ്സിലാക്കാതെ രാവിലെ പുലർച്ചയൊക്കെ മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ടല്ലോ, അവരിത് പിടിച്ച് പറക്കരി കൊണ്ടുവന്ന് വിറ്റ് കാണുമായിരിക്കും. ആൾ ഭക്ഷണം കഴിച്ചുമായിരിക്കും, കറി വെച്ചാൽ പൊരിച്ചാൽ കഴിച്ച് കാണുമായിരിക്കാം. അതല്ലാതെ തന്നെ അവിടെ ഈ കൂടുകളിലൊക്കെ മീൻ വളർത്തുന്ന ഒരു സംവിധാനമുണ്ട്. എറണാകുളത്ത് താമസിക്കുന്ന നമുക്കറിയാം. അപ്പം അവരൊക്കെ അത് കൊണ്ടുപോയി കാണും രാവിലെ മാർക്കറ്റ്. അവരത് അറിയുന്നില്ലല്ലോ ഇങ്ങനെ സംഭവം നടന്നതായിട്ട്.
അപ്പോൾ ഇത് മനുഷ്യനെ എത്ര ഗുരുതരമായ തോതിലാണ് ഇത് ബാധിക്കുന്നതെന്ന് ആലോചിച്ചത്. ഇത് ഒന്നാമത്തെ കാര്യം, ഇതൊരു ആദ്യ സംഭവമല്ല. ഇത് പല രീതിയിൽ ഇപ്പം ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നമായതുകൊണ്ടാണ് ഇപ്പം വാർത്താലോകം അറിയുന്നത്. പക്ഷേ ഇത് പല രീതിയിൽ പലപ്പോഴായിട്ട് അവരാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് ആദ്യത്തെ സംഭവം. നേരത്തെ പലതവണയായിട്ട് ഇതുപോലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. ഈ രാസമാലിന്യമൊക്കെ വരുന്നത് തന്നെ വലിയ രീതിയിൽ അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവർ പറയില്ല. ഇപ്പോഴും ഈ ഒരു സമയത്തും ഈ ഒരു പരാതിയായിട്ട് പോയപ്പോൾ, ഈ മീനുകൾ ചത്തുപോകുന്ന പരാതിയായിട്ട് പോയപ്പോൾ അവർ പറയുന്ന ഒരു ന്യായീകരണം, അത് മലിനീകരണ ബോർഡ് പറയുന്ന ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രമാണ്. ഈ ഉപ്പുവെള്ളം ചേർന്നത് കൊണ്ട്, ശുദ്ധവെള്ളമായിട്ട് ചേർന്നത് കൊണ്ട്, അല്ലെങ്കിൽ കടൽ വെള്ളം ഇതും കൂടെ സംയോജിച്ചുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആ രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എന്തൊരു വിശദീകരണമാണ്. അവിടെ ഈ നമുക്കറിയാം, നമുക്ക് ആലുവ പെരിയാറിൻ്റെ തീരത്ത് ഒരുപാട് ഫാക്ടറികളുണ്ട്. ഇപ്പോൾ FSCT പോലെ ഒരുപാട് വലിയ വലിയ കമ്പനികളുണ്ട്. പക്ഷേ ഈ അവരുടെ ഈ മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കാൻ അധികാരമുള്ള 2-3 സ്ഥാപനങ്ങളേ ഉള്ളൂ. ഒന്ന് FSCT തന്നെയാണ്, മറ്റൊന്ന് ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ആണെന്നുണ്ട്, പിന്നെ IR ഉണ്ടെന്ന് തോന്നുന്നു, ഇന്ത്യൻ റെയർസ്. അങ്ങനെ കുറച്ച് സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇതിനുള്ള അവകാശമുള്ളൂ. പക്ഷേ മറ്റുള്ളവർ പലതും ഒഴുക്കി വിടുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ. മാത്രമല്ല ഞാൻ 6-7 വർഷം കൊച്ചിയിൽ ജീവിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും അറിയാം. ഒരിക്കൽ ഈ യാദൃശ്ചികം കുറേ വർഷം മുമ്പാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് സിലോപ്പിയ മത്സ്യം ഉണ്ട്, സിലോപ്പിയ വലിയ കരിമീൻ പോലെ ഇരിക്കുന്ന നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇത് കഴിച്ചു തുടങ്ങിയപ്പോഴേ ഇതിലെന്തോ ഒരു കെമിക്കലിൻ്റെ ഇതുപോലെ തോന്നി, ഒരു ടേസ്റ്റ് പോലെ തോന്നി. ഇത് കെമിക്കൽ കഴിക്കാൻ പോലെ രുചി വ്യത്യാസം. ചീത്ത അതിൻ്റെ അല്ല, ഇത് വേറെ. അവസാനം അത് നമ്മൾ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ നമുക്ക് അദ്ദേഹത്തിന് അറിയാവുന്ന വിളിച്ച് നമ്മൾ പറഞ്ഞു ഇതെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. അപ്പോൾ അവരത് അറിയുന്നില്ല എന്താണെന്നുള്ളത്. പിന്നെ അത് മാറ്റി, നമ്മളാരും കഴിച്ചില്ല അത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അവിടുത്തെ കായലിൽ നിന്ന് പിടിച്ച മീനായിരിക്കുമല്ലോ. ഇത് സ്വാഭാവികമായി ഇത് സംഭവിക്കുന്നതാണ്. ഇത് വലിയ തോതിൽ വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ വിഷയമായത്. ചെറിയ തോതിലാകുമ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗം കഴിക്കും. അതെ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും നമുക്ക് ഇപ്പോൾ ഇത് ഈ മത്സ്യങ്ങളെയാണ് ബാധിച്ചെങ്കിൽ പോലും നേരിട്ടത് ബാധിക്കുന്നത് മനുഷ്യരെ. കാരണം ഒരാൾ ചിലപ്പോൾ ഒരു ജീവൻ പൊലിയുമ്പോഴായിരിക്കും വലിയ രീതിയിൽ വാർത്തയാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് നമുക്ക് നല്ല പച്ചക്കറി കിട്ടുന്നില്ല. അതും അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വിഷാംശം അടങ്ങിയ പച്ചക്കറി കഴിക്കണം. മീനിലായാലും അതുപോലെ തന്നെ പാലിലാണെങ്കിലും ഇപ്പം പാല് കിട്ടായില്ലെന്ന് പറയും മിൽമയെ വില കൂട്ടാൻ ഒരുങ്ങുന്നു. അങ്ങനെ സർവത്ര നമ്മൾ വിഷം കഴിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മളിപ്പം ചർച്ച ചെയ്യാവുന്നില്ല. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ചെറിയ അളവിലെങ്കിലും വിഷം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടാണ് ഇപ്പൊ നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ഇവിടുത്തെ RCCയിലോ വല്ലതും എല്ലാ ഇപ്പം എല്ലാവർക്കും ക്യാൻസർ എന്നതിപ്പം നിത്യ ഇതായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ കുടുംബത്തിനും ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റെങ്കിലും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകണം. നമ്മളത് വെറുതെ പറയുന്നതല്ല, ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. പ്രധാനമായി ഭക്ഷണ വസ്തുക്കളിൽ കൂടെ തന്നെയാണ് അത് വരുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. വലിയൊരു സന്ദർഭം നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരുപാട് പേരുടെ ഒരു ആശയം കൂടെയാണ് ഇത് നഷ്ടപ്പെടുത്തിയത്. ലോൺ എടുത്താണ് ഈ മത്സ്യകൃഷി നടത്തുന്നത് എറണാകുളത്തേക്ക് ആളുകളെ. അല്ല, ഇവര് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് രാസമായി ഇപ്പോഴും ഇത് അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. ഇവര് രാവിലെ തന്നെ ഇത് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ വെള്ളത്തിലെ നിറവ്യത്യാസം കാണുകയാണ്. പല വെള്ള നിറമൊക്കെ വന്ന് പാട കെട്ടി അങ്ങനെയുള്ള രീതിയിലാണ് വെള്ളം കണ്ടത്. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നിയിട്ട് അറിയിക്കുന്നത്. അപ്പോഴൊക്കെ ഒരു നിസാരമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടാണ് വിടുന്നത്. പക്ഷേ ഇവർക്കത് ബോധ്യപ്പെട്ടു. പിന്നീടാണ് നോക്കുമ്പോൾ ആദ്യം നോക്കിയപ്പോൾ കുറച്ച് മീനുകൾ ചത്തുപോകുന്നു, പിന്നെ കൂട്ടത്തോടെ ചത്തുപോകുന്നു. ഇതൊക്കെ ഒരാൾ ആലോചിച്ച് നോക്കി. എത്രയോ നേരത്തെ പറഞ്ഞ തന്നെ ഈ ഒരു ഇപ്പം നമുക്ക് ഗതികെട്ടിരിക്കുന്ന കേരളം, കാരണം ഉള്ളതെല്ലാം വിറ്റ് വറക്കിയായിരിക്കും ഓരോരുത്തർ ലോണൊക്കെ എടുത്തായിരിക്കും ഒരു കൃഷി നടത്തുന്നത്. അവരുടെയൊക്കെ ചങ്ക് പറയുന്ന അവസ്ഥയാണ് ഇപ്പം ഇതുണ്ട്. എറണാകുളത്തിന് ആലുവയിൽ, ഏലൂര്, എടയാറ്, അവിടെ എല്ലാം ഈ ഫാക്ടറികൾ ഒരുപാടുള്ള സ്ഥലമാണ്. അവിടെ എല്ലാം ഈ പെരിയാർ കടന്നു പോകുന്നതുകൊണ്ട് എല്ലാം പെരിയാറിലേക്ക് ഒഴുകിവിടെ ആയിരിക്കും. മഴക്കാലമായിട്ട് ഇവരുടെ കണക്ക് കൂട്ടിൽ തെറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം മഴക്കാലം വരുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ അങ്ങനെ ബണ്ട് പൊട്ടി തുറക്കുമ്പോൾ എല്ലാം കൂടെ ഒലിച്ചങ്ങ് പോകുന്നുള്ളൊരു അതിതീവ്ര മഴ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തതായിരിക്കും. അപ്പം അതിൻ്റെ ധൈര്യത്തിൽ ചെയ്തു. പക്ഷേ ഉണ്ടായത് ഇപ്പം വലിയൊരു ഇതാണ്. നമുക്കതിപ്പം നമ്മൾ മത്സ്യങ്ങൾ നമ്മളിപ്പം എല്ലാവരും നമ്മൾ കഴിക്കും അങ്ങനെ പോലും, പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തായാലും നമ്മുടെ തന്നെ സ്റ്റോറിയിൽ വേണ്ടി സ്റ്റോറിയിൽ ആള് പറയുന്ന കണ്ടില്ലേ, ചിലർ പറയുന്നു മൊത്തത്തിൽ വെള്ളം കറുപ്പ് കറ, ചിലർ പാല് പോലെ വെളുത്തറുത്തതെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് നിറം തന്നെ, അപ്പോൾ കെമിക്കലാണെന്ന് ഉറപ്പാണ്, കെമിക്കലാണെന്ന് 100% ഉറപ്പ് തന്നെയാണ്. പക്ഷേ ആരും ഒഴുക്കി വിട്ടു. ഇത് വേറെ വിഷയമുള്ളത്, ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതങ്ങ് നമ്മുടെ വിഷയം മറന്നു പോകും, അങ്ങ് പോവും. പക്ഷേ നമ്മുടെ ഇപ്പോൾ എറണാകുളത്തും ആ ഭാഗത്തുമൊക്കെ തന്നെയുള്ള ആളുകൾ കുറച്ച് ദിവസം മത്സ്യം കഴിക്കില്ല. എല്ലാവരും ഭയന്ന് കാണും തീർച്ചയായും. ഇടയ്ക്ക് തന്നെ വേറെ ഏതോ റിപ്പോർട്ട് വന്നിരുന്നത് പോലെ എറണാകുളത്തൊക്കെ പരിസരത്തൊക്കെ ഈ കായലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം മത്സ്യം കഴിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസിൻ്റെ അംശം ഉണ്ടാകുന്നുണ്ടോ. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണത്. ഒരുപാട് പേര് ബാധിക്കും. ഇപ്പം നമുക്കറിയാം
ഈ ടൂറിസത്തെ അത് ബാധിക്കും. നമുക്കറിയാം പ്രധാനപ്പെട്ടും ഇപ്പം നമുക്കറിയാം ഷാപ്പുകളിലൊക്കെ ഇപ്പം പണ്ടത്തേക്കാൾ അപേക്ഷിച്ച് കുറെ പേര് വരുന്നുണ്ട്. അവർക്കൊന്നും അറിയില്ല ഇതൊന്നും. അവർക്ക് ഇപ്പം അവർ എൻജോയ്മെന്റ് വരെ വരുന്നു. അതെ, ഷാപ്പുകളിൽ ഇപ്പൊ ആലപ്പുഴ ഭാഗമൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ആ ഒരു ഇതാണ്. ഒരുപാട് പേര് ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ഹൗസ് ബോട്ടിലൊക്കെ തന്നെ കരിമീൻ കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നത്. അപ്പം ഇത്തരം വില കൂടിയ മത്സ്യങ്ങൾ, അതായത് ഒരു മീനിന് എനിക്ക് തോന്നുന്നു 1000 വരെ 1000-2000 ഒക്കെ ഈടാക്കുന്ന സമയത്താണ് ഇവരെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുക. ഇത്രയും മീനുകൾ ചത്തു പോകുമ്പോൾ ഇവരെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രത്തോളം ആയിരിക്കും. ഒരുപാട് ഇനി ചേട്ടൻ പറയുന്നത് തന്നെ ഇനി കുറെ കാലത്തേക്ക് ആൾക്കാർ മീനിനെ അകറ്റി നിർത്തും. കാരണം അവർക്ക് പേടിയുണ്ട്. അങ്ങനെയാണല്ലോ, അതങ്ങനെയാണ്, മനുഷ്യൻ എല്ലാം ഭയക്കും. അപ്പൊ ഇവര് പറയുന്ന, നമ്മൾ ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ന്യായമാണ്. സമരക്കാർ പറയുന്ന കാര്യങ്ങൾ, അവര് ചീഞ്ഞ മത്സ്യം വെറുത്തെറിഞ്ഞാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. മാത്രമല്ല അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. നമുക്ക് അടുത്ത 6 മാസത്തേക്കുള്ള ചെലവ് അവർക്ക് കൊളുത്തേ പറ്റും, അല്ല അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ആകെയുള്ളൊരു വരുമാന മാർഗ്ഗമാണ്, അവർക്ക് അറിയാവുന്നൊരു തൊഴിലാണ്. അവർക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഇത് ഈ അടുത്ത കാലത്തൊന്നും ഇനി അവർക്ക് ഇത് തിരിച്ചു കയറാൻ പറ്റില്ല. നമുക്കറിയാം സ്ഥിരമായിട്ട് വരുന്നതാണ് പക്ഷിപ്പനി വരുന്നത്. ആ സമയത്ത് താറാ കൃഷി നടത്തുന്നവരും കോഴിക്കൃഷി നടത്തുന്നവരെല്ലാം തന്നെ ബാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മത്സ്യകൃഷി. നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ രീതിയിൽ പ്രതിരോധം വന്നുകൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ അലംഭാവം കാരണം ഇത്രയും കാലം എത്രത്തോളം കെടുകാര്യസ്ഥ രീതിയിലാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെല്ലാം ഓരോ വകുപ്പും പിന്നെ ഒരു സംഘം ഉദ്യോഗസ്ഥന്മാർ എല്ലായിടത്തും നിയമിച്ചു, എല്ലാ ജില്ലയിലും താലൂക്കിലും. പക്ഷേ അതിനൊന്നും യാതൊരുവിധ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് കൊച്ചി തന്നെ പല കമ്പനികളുടെയൊക്കെ പേരിൽ ഈ മാസപ്പടിയും അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വകാര്യ കമ്പനികളുടെ പേരിൽ നേതാക്കന്മാരെ ബന്ധപ്പെട്ടൊക്കെ വ്യാപകമായ ആരോപണങ്ങൾ വരുമ്പോൾ ഇവർക്ക് ഒരു രാഷ്ട്രീയക്കാർക്കും ഇതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥന്മാർ. അത് നമുക്കറിയാവുന്നതാണ്. ഓരോരുത്തരെയും നമ്മൾ ഓരോ സ്ഥാപനത്തിന് പേരെടുത്ത് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ. അപ്പോൾ ഇതെല്ലാം ഇവർക്കെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് നേതാക്കന്മാർക്കും എല്ലാം വളരെ അടുത്ത് ബന്ധമുള്ളതാണ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തന്നെ. നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമുക്ക് അവിടെ നമ്മുടെ തിരുവിതാംകൂറിൽ അന്ന് വലിയ വികസനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു FACT സ്ഥാപിച്ചത്. സർ CP ദിവാനായിരുന്നപ്പോഴാണ് FACT കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ MK നായരെ പോലെ നമ്മൾ അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്, IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും അത് വളർത്തി വലുതാക്കിയത്. പിന്നീട് ആ മേഖലയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു. ഈ പറഞ്ഞ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസും അങ്ങനെ ഒരുപാട് ഫാക്ടറികൾ വന്നു. പിന്നെ സ്വകാര്യ മേഖലയിൽ ഈ ഡയറിൽ അവിടെയൊക്കെ വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് സത്യം പറഞ്ഞാൽ കൊച്ചിയെ വലിയൊരു വ്യവസായ സംസ്ഥാനമാക്കി മാറ്റിയെന്നുള്ള സത്യമാണ്. പക്ഷേ ഇതെല്ലാം കെമിക്കലുകൾ ഒഴുക്കിവിടാൻ ഒരു പെരിയാറേ ഉള്ളൂ എന്നുള്ളത് അത് ഭീകരമായൊരവസ്ഥയാണ്. നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല ഒരിക്കലും. നമ്മൾ നേരത്തെ പറഞ്ഞത് വലിയൊരു ദുരന്തവും കാത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം കൊച്ചി നമുക്കറിയാം ഏറ്റവും കുറച്ച് ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ്, കുറച്ച് വീർപ്പ് മുട്ടുന്ന നഗരം കൂടെ. റോഡ് ഇപ്പം എല്ലാം കൊണ്ടും ആൾക്കാർ തിങ്ങി നിറയുന്ന സ്ഥലം, ഒരു സ്ഥലം പോലും ഇല്ലാത്ത, നമുക്ക് മുല്ലപ്പെരിയാർ ഇപ്പോൾ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന സ്ഥലം. അങ്ങനെ പല രീതിയിലും നമുക്ക് കൊച്ചി ഇപ്പോൾ വീർപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രീതിയിൽ അവിടുത്തെ ഇപ്പം കൊച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടും എല്ലാം വളർന്നെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ ജീവന ഭീഷണിയായുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നോക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കണ്ട നമുക്ക് കൃത്യമായൊരു ഇതില്ല. നമുക്കിപ്പോൾ അറിയാം വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഇതുപോലെ തന്നെ ഇത്രയും ചെറിയ സ്ഥലങ്ങളിൽ ഇത്രയും വലിയ വ്യവസായങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടെയും കെമിക്കൽ ഫാക്ടറികളുണ്ട്. പക്ഷേ അവർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. ഇവിടെ പോക്കറ്റിൽ പൈസ തിരികെ കഴിഞ്ഞാൽ അവരെ ഇംഗിതത്തിനനുസരിച്ച് കാര്യം മാറുന്ന രീതിയിലുള്ള ഭരണാധികാരികളും അധികാരികളാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ രക്ഷപ്പെടാതെ പോകുന്നത്. ഇത്രയും സാധാരണക്കാരെന്നും ഇപ്പോഴും കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യർ സമരം ചെയ്യുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ എത്ര ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനൂടെ ചെന്നിരുന്നു. അവസാനം എനിക്ക് തോന്നുന്ന രക്ഷയില്ലെന്ന് കണ്ട പാരെങ്കിലും ഓടി എത്തിക്കാണ്. അത്രയൊക്കെ ഉള്ളൂ. അതല്ലെങ്കിൽ അവർക്ക് ആരും ഇല്ല എന്ന് അവർക്ക് തോന്നലൊന്നാണ്. എന്തുകൊണ്ട് പോളിംഗ് ശതമാനമൊക്കെ പോയി കുറയുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഇതൊക്കെ. ഇതുപോലുള്ളൊരു വലിയൊരു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു വിഷയം ഉണ്ടായിട്ട് അവിടെ ഈ സ്ഥാപനം ഏതാണെന്ന് ഒരു പക്ഷേ അവർക്കെല്ലാം അറിയാമായിരിക്കാം. അവിടെ ചെന്ന് പ്രതിഷേധിക്കാനുള്ള ധൈര്യം അവർക്കാർക്കും ഇല്ല. പ്രതിഷേധിച്ച് അവൻ കൊടുത്ത പൈസയുടെ കണക്ക് വിളിച്ച് പറയും അവിടെ ചെയ്യുന്നുണ്ട്. അതാണ് കാര്യം. അതെ, നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം ഈ സാധാരണക്കാർക്കിടയിൽ ഇപ്പം നമുക്കറിയാം ഇതുപോലെ തന്നെ ഇപ്പം മത്സ്യ കർഷകരായാലും തന്നെ ഇപ്പം തീരദേശവാസികളായാലും തന്നെ ഇവരെല്ലാം തന്നെ വലിയ രീതിയിലാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം വരുമ്പോഴാണ് അവരെല്ലാ ദിവസവും വാർത്തകളിൽ നിറയാറുണ്ട്. പക്ഷെ അവർക്ക് ഇതുവരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇവിടെ ഉള്ളവർക്ക് ആയിട്ടില്ല. കാരണം ജീവനം കൈ പിടിച്ചാണ് അവർ ഓരോ മഴക്കാലവും കാത്തിരിക്കണം. നമ്മളിവിടെ ചൂടിനെ കുറിച്ച് പറയുമെങ്കിൽ അവർക്ക് ഓരോ മഴക്കാലം ചിലപ്പോൾ ചൂട് സഹിച്ചായാലും അവർക്കെല്ലാം മഴക്കാലം ഇതുപോലെയാണ്. പേടിയോടെയാണ് അവർ. കാരണം വേറൊരു കാര്യം, ഇവർക്ക് ഇപ്പം ഇത് കൃഷി ഇപ്പം എടുക്കാനുള്ള സമയത്താണ് ഇപ്പോൾ ഈ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കാരണം അവർക്കൊരു ചാകരക്കാലമാണ് അവരെ സംബന്ധിച്ച്. അതേ വിളവെടുപ്പിന്റെ സമയത്ത് തന്നെയാണ് ഈ ഒരു സംഭവം വന്നതെന്നുള്ളത് അവരെ സംബന്ധിച്ച് ഏറ്റവും. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കടങ്ങളൊക്കെ മാറ്റി അവർക്ക് അവരുടെ ഒരുപാട് പ്രതീക്ഷകളോടെ തന്നെ ഉള്ള കടങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന രീതിയിൽ വലിയ പ്രതീക്ഷയോടെ നിന്ന സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഒരു സമയം അത് മഴയെ പഴിക്കുന്നെങ്കിൽ പോലും ഇത് ചിലരുടെ ഇപ്പം ഞാൻ പറയില്ല ആരൊക്കെ ഒഴുക്കി വിട്ട ചില ഭ്രാന്തൻ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഒഴുകി കായലിലൊക്കെ ചെല്ലുമ്പോഴേ എറണാകുളം മാത്രമല്ല അതിൻ്റെ അയൽ ജില്ലകളുണ്ട്, കോട്ടയവും ആലപ്പുഴയൊക്കെ ഉണ്ട്. 98 ഒരു സംഭവം ഇതുപോലെ തന്നെയായിരുന്നു കേട്ടിട്ടുണ്ടായത്. അന്ന് 5 കോടി രൂപയുടെ അധികം മത്സ്യങ്ങളാണ് ഇതുപോലെ ചീത്തയായിരുന്നു. ഇതുപോലെ തന്നെ ഈ അന്നേ നമുക്കിതൊന്നും അറിയാം. അത് മാത്രമല്ല 8 കിലോമീറ്ററിലധികമാണ് ഇത് വ്യാപിച്ചത്. അതിന്റെ വിഷാംശങ്ങളെല്ലാം തന്നെ 8 കിലോമീറ്ററോളം വ്യാപിച്ചത്. അപ്പം ഇത്തരം ഒരു പാഠം അവർക്ക് മുന്നിൽ ഉണ്ടായിട്ട് പോലും അതിന് കാരണം ഇപ്പോഴും കാരണം ഇപ്പം അതിനേക്കാൾ രൂക്ഷമാണ് കുറച്ചുകൂടെ. കെമിക്കൽ കമ്പനികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളത്. കാരണം ഇത് പല നേരത്തെ പറയുമ്പോൾ ആവർത്തിച്ച് പല ഇതുപോലെ തന്നെ മത്സ്യ കർഷകരും പ്രദേശവാസികളും എല്ലാം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ ശക്തരാണ് ഇതിന്റെ ഇപ്പം നേരത്തെ പറയും ഇതിന്റെയൊക്കെ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ആവാത്ത അവസ്ഥ. ഇതിനൊന്നും ഒന്നും അറിയാതെ ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളത് കൊണ്ട് പോക്കറ്റിൽ തൃപ്തിപ്പെട്ട് അവർ കുറെ ജീവനക്കാരും ഇവരും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഇത് സത്യാവസ്ഥയാണ് അവിടുത്തെ. എനിക്കൊന്നും ചില വാർത്താ ചാനലുകൾ പോലും ഇത് ചിലപ്പോൾ പറയാൻ സാധ്യത, കാരണം എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ ഇത് ജനങ്ങൾക്ക് വേണ്ടി പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതെ. മാത്രമല്ല നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കേണ്ടത്, കൊച്ചിയിൽ ഈ ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട എത്ര സ്ഥാപനങ്ങളുണ്ട്. ഫിഷറീസ് സർവകലാശാല കുഫോസ് കൊച്ചിയിലാണ്. അവിടെ എത്രയോ ഗവേഷകരും സംഗതിയൊക്കെ ഉണ്ട്. അവർക്കത് പഠിക്കാം. അതുപോലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി അതോറിറ്റി ഉണ്ട്, MBEDA, പനമ്പള്ളി നേരിലാണ് അവരുടെ ഓഫീസ്. നമ്മുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണത്. അവർക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിക്കാമായിരുന്നു. അതുപോലെ അവിടെ ഒരു സമുദ്ര ഗവേഷണ കേന്ദ്രം, അതിൻ്റെ കൃത്യ പേര് ഞാൻ പറഞ്ഞു, നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അടുത്തായിട്ട് വരും. ഈ സമുദ്രപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം, ഗവേഷണ സ്ഥാപനമാണ്. അപ്പോൾ ഈ ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവിടെ എല്ലായിടത്തും വിദഗ്ധന്മാരാണ്. അവർക്കത് വളരെ നിസ്സാരമായി കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ. എവിടെ നിന്നാണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് വളരെ കൃത്യമായിട്ട് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും സർക്കാരിന് നടപടിയെടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് എത്രത്തോളം അത് യാഥാർത്ഥ്യമാകുമെന്നുള്ള നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതെ, നമ്മൾ ഇനിയും കാരണം നമുക്ക് അറിയാമെങ്കിലും പറയാത്തൊരവസ്ഥ. അതാണ് ഇപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്കെല്ലാം അറിയാം ഇത് എത്രത്തോളം ഗുരുതരമാണെന്ന് അവർക്കറിയാം. പക്ഷെ അവർ പറയില്ല, എത്ര വന്നാലും പറയരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പങ്ക് പറ്റുന്നുണ്ട് അവർ. അത് സത്യാവസ്ഥയാണ്. അത് പലർക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും പറയാൻ പഠിക്കുന്നതെങ്കിലും അവിടുത്തെ ഓരോ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഓരോ ആളുടെ അടുത്തും ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ അങ്ങനെ ആയിരിക്കും പറയുന്നത്. കാരണം അവർക്കറിയാം, അവർക്കല്ലേ അവിടുത്തെ പൾസ് അറിയാവുള്ളൂ. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. അവർ ഇതിനു വേണ്ടിയാണ് അവർ ഈ ഒരു സമരം ഇപ്പം വലിയ രീതിയിൽ ഇപ്പം ഈ മത്സ്യമറിഞ്ഞതൊക്കെ വലിയ മോശമായിപ്പോ എന്നൊക്കെ പറയുമ്പോൾ ഒരു തെറ്റുമില്ല, അങ്ങനെ തന്നെ ചെയ്യണം. അതിന്റെ അപ്പുറം ഉണ്ടെങ്കിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇപ്പം പല രീതിയിൽ അവർ പറഞ്ഞിട്ടും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വാർത്താ പ്രാധാന്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ കേസ് പറഞ്ഞു. ഇപ്പം വാർത്ത നിലനിൽക്കണമെങ്കിൽ അങ്ങനത്തെ ആശയങ്ങൾ ചെയ്തേ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ട് മത്സ്യം എടുത്തിറങ്ങി ഓഫീസിന് തന്നെ ഇറങ്ങിയത് മോശമായിപ്പോൾ എന്ന് പറയും. ഒരു തെറ്റുമില്ല, ഇവരൊക്കെ അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് നമ്മൾ സർക്കാരുകൾ ഇക്കാര്യത്തിനെക്കുറിച്ച് വളരെ കൃത്യമായ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറണം. ഈ സെമിനാർ നടത്തി പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു സ്റ്റാർ ഹോട്ടലിൽ സെമിനാർ നടത്തി നമ്മളെ സമുദ്രങ്ങളെ അല്ലെങ്കിൽ കായലിനെയൊക്കെ എങ്ങനെ സംരക്ഷിക്കാൻ വൃത്തിയാക്കുക എന്ന് പറഞ്ഞൊന്നും ഒരു കാര്യമില്ല. പ്രായോഗിക തലത്തിൽ അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ വ്യവസായ വികസനം വരണമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം തന്നെ, നല്ലതാണ്. പക്ഷെ അത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഇത്തരം മാലിന്യമൊക്കെ വരും. കെമിക്കലാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ വേറെ അത് പ്യൂരിഫൈ ചെയ്യാനൊക്കെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ലോകത്തുനിന്ന് കാണുമായിരിക്കാം. പക്ഷെ നമുക്കിതെല്ലാം നമ്മൾ പണ്ടത്തെ കാലത്ത് രീതിയിലെല്ലാം പുഴയിൽ ഒഴിക്കാൻ വിടുക എന്നുള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ എനിക്കൊന്നും അത്യാവശ്യം എല്ലാം കേരളത്തിൽ നിന്നാണ് കുറേ അടുത്ത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം ആശ്രയിക്കേണ്ടി വരും. ഇതിന്റെ വിദഗ്ധ പഠനം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇതിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്താണ് വിഷാംശം ഉണ്ടോയെന്ന്. നമ്മൾ ഇവിടെയല്ല അത് വേണ്ടത്. കാരണം ഇത്രയും വലിയൊരു വ്യവസായം നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതിനെ ഉടനടി ഇപ്പോൾ ഇത് കൃത്യമായിട്ട് നേരത്തെ പറയുന്നത് എത്രയോ ലക്ഷങ്ങൾ കൈപ്പറ്റുന്ന വിദഗ്ധരാണ് ഇതിന് വേണ്ടിയിട്ട്. അവരൊക്കെ എന്തിനാണ് ഇവിടെ AC മുറിയിൽ ചുമ്മാ ഇരിക്കാനാണോ? ഇതൊക്കെ പഠിച്ച് അവർ കൃത്യമായിട്ട് പറയണ്ടേ. ഇപ്പം ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകണ്ടേ? ഇതൊന്നും നൽകാതെ നമ്മളിപ്പോഴും എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് അപ്പുറത്ത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അയച്ച് അതിന് വേണ്ടി കാത്തിരിക്കും റിസൾട്ട് വരുന്നത് വരെ. നമ്മൾ മറന്നു പോകും. അതെ, കുറെ പേര് ഈ വിഷാംശം കഴിച്ചു കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ എത്ര പേര് ഇതിനകത്ത് കഴിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഈ മീൻ കഴിച്ചിട്ടുള്ളവരെ അവരുടെ തലമുറകളിലേക്ക് ഇത് പകരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷം ഇതിൻ്റെ പ്രത്യാഘാതങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ വല്ലാത്ത രീതിയിൽ നമ്മുടെ മലയാളി നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് നമ്മളെപ്പോഴും അഭിമാനിച്ചിരുന്നവരാണ്. നമുക്ക് കേരളത്തിൽ ഒരു കേരള മോഡൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇന്നിപ്പം നമ്മൾ അന്തം വിട്ടു പോകുന്ന പരിപാടികളാണ്. കാര്യം അപ്പോൾ അവയവ വിൽപ്പനയെക്കുറിച്ച് തന്നെ അവർ ഞെട്ടിക്കുന്ന വാർത്തകൾ, അതിന് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ അധികം പറയുന്നില്ലെന്നേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നെ 10-30 പേരെ വിളിച്ചുകൊണ്ട് അവയവദാനം നടത്തുമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആകെപ്പെട്ട കേരളം ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. നമ്മുടെ കേരളത്തിലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടർ AR മേനോൻ അതൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ പോലെയുള്ള മിടുക്കന്മാർ തുടങ്ങി വെച്ച നല്ല കാര്യങ്ങളൊക്കെ തന്നെ പോയി. ഇപ്പോൾ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന വാർത്തകൾ വല്ലതും നല്ല കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് സർജറിക്ക് പോയവരെയൊക്കെ കുറിച്ച് കേൾക്കണം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. പണ്ടാണ് നമ്മൾ ഇങ്ങനെ കുളങ്ങളിലൊക്കെ കുളിക്കുന്നതാണ്. പക്ഷേ ഇപ്പം തന്നെ കണ്ടില്ല, ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ആ കുട്ടി മരിച്ചത്, മസ്തിഷ്ക. അതെ. ഇപ്പം നമ്മൾ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല,
കരയിലാണെങ്കിൽ ഇപ്പോൾ റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല, മൊത്തത്തിലെല്ലാം കൊണ്ട് ആകെ ടാസ്ക് ആയിരിക്കുകയാണ്. അതെ അതെ അതെ. മാത്രമല്ല നമ്മളിപ്പോൾ പെരിയാറിനെ കുറിച്ച് പറയുമ്പോഴേ, പെരിയാർ വളരെ കേരളത്തിൻ്റെ നമ്മുടെ സംസ്കാരമൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നദിയാണ് പെരിയാർ. വയലാറിൻ്റെ പാട്ടിൽ പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പനനീര എന്നൊക്കെ ഉള്ള പാട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ഭീകരമാണ്. ആ ഒരു കേരളത്തിൽ ഉണ്ടായിരുന്ന നദികൾ, എത്രയോ നദികൾ മരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് മനുഷ്യനെ പോലെ. നദികളില്ല ഇപ്പം, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ പേര് പട്ടികയിലുള്ള പല നദികളും കാണാനില്ലെന്നാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഇപ്പോൾ ഗംഗാ നദി അവിടെ അത്രയും പ്രശ്നമായപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട ആ നദി ശുദ്ധീകരിച്ചില്ലേ, ഗംഗാ നദി ഇത്ര ഭംഗിയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി സർക്കാർ വളരെ താല്പര്യമെടുത്ത് ചെയ്തൊരു കാര്യമാണത്. അതുപോലെ ഈ പെരിയാർ സംരക്ഷിക്കേണ്ട ഒരു സമയമായി അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. ഇല്ല, ഇതിപ്പോൾ നമുക്ക് എത്ര ഇപ്പോൾ ഞാൻ പറയില്ല, ആളെ കൊല്ലാനുള്ള സംഭവമായാലും നേരത്തെ ഞാൻ പറയില്ല, ഇത്രയും ഭീമന്മാരായിട്ടുള്ളവർക്ക് എല്ലാവരെയും പോക്കറ്റ് തിരിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ അക്കാലത്തോളം ഇവരാരും മിണ്ടില്ല. നമുക്ക് പറയാം, ഇല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഈ കരിമണൽക്കാരെ പോലെ തന്നെ കുറേ പേര് കടന്നു വരും ഇതിനകത്ത്. ഈ ഒരു രംഗം അടക്കി ഭരിക്കും. നമുക്കിതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനല്ലാണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, നമ്മുടെ തീന്മേശയിൽ എത്തുന്ന ഇത് മുഴുവൻ വിഷമാണ് എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ പിന്നെ വീഡിയോകൾ കാണുമ്പോൾ എല്ലാം ഇങ്ങനെ വിഭവസമർത്ഥമായി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. ഫുഡ് ബ്ലോഗർമാരൊക്കെ വന്നിരുന്നതിൻ്റെ മഹത്വമൊക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ഞെട്ടലോടെ ഓർക്കേണ്ട കാര്യം ഇതിൽ എത്രമാത്രം ഇത് വിഷമമാണെന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഓരോ ഫുഡ് എടുക്കുമ്പോഴും എല്ലാവരും അതിൻ്റെ പ്രോട്ടീൻ എത്ര, കലോറി എത്ര, ഫാറ്റ് എത്ര എന്നൊക്കെ നോക്കാറുണ്ട്. ഇനി ഭാവി തലമുറ, ഇനി വരാൻ പോകുന്ന തലമുറ നോക്കുന്നത് ഇനി വിഷാംശം അളക്കുന്ന ഒരു മീറ്റർ നോക്കണം. ഇതിൻ്റെ വിഷാംശം എത്ര നോക്കിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാം നമ്മൾ മറ്റിടങ്ങളിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വന്തം സ്ഥലത്തിന് ഉണ്ടാകുന്ന സാധനങ്ങൾ പോലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഒരു സാധനവും ഇപ്പോൾ എല്ലാത്തിലും ഇപ്പം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ തീന്മേശയിൽ ഒരു സാധനം പോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത പേടിയോടെ എല്ലാവരും. മാത്രമല്ല സ്വന്തം വീട്ടിലെ വേസ്റ്റ് എടുത്ത് അയലോകത്താരൻ്റെ മുറ്റത്തെറിയുന്ന അല്ലെങ്കിൽ റോഡിലെറിയുന്ന രീതിയാണല്ലോ നമ്മൾ പലർക്കും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മലയാളി ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് പലരും ചോദിക്കുന്ന ആ ക്ലീഷ ചോദ്യം ചോദിക്കേണ്ടി വരും. നമ്മളിത് എന്ത് ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഭരണവർഗം എന്താണ് ചെയ്യുന്നത്? ഒരു രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തൊക്കെ തന്നെ ഭരണാധികാരികളുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തീവ്രവാദ ആക്രമണത്തിൽ നിന്ന് മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ രക്ഷിക്കേണ്ട സർക്കാരാണ്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് മാത്രമല്ല, ഇത് അന്ന് ആലോചിച്ച് നോക്കും, ഈ മീനൊക്കെ വാങ്ങിച്ച് കഴിച്ച ആളുകൾ ഇപ്പോൾ എന്തുമാത്രം അവർ പരിഭ്രാന്തരായിരിക്കും. അവരവരെ ഭയക്കും തീർച്ചയായും. ഇതെന്താണെന്ന് അറിയാനും പാടില്ല, ഇതെന്ത് കെമിക്കലാണെന്ന് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാതെ വാങ്ങിച്ച് കഴിച്ചവരും അതല്ലാതെ നേരത്തെ കഴിച്ചവരൊക്കെ അവർക്ക് ആ ടെൻഷൻ ആവും, എല്ലാവരും വല്ലാതെ വിഷമിക്കും. ഇപ്പം അവരെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് മീനുകളല്ലേ ചത്തുള്ളൂ. അവർ നോക്കുമ്പോൾ അങ്ങനെയാണ്, ഈ ആളൊന്നും തട്ടിപ്പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല തുടങ്ങി. ഇപ്പം ഇതിൻ്റെ സ്ഥാനത്ത് ഇപ്പം ഈ മീനുകളുടെ സ്ഥാനത്ത് ഇപ്പം ഈ വിഷം കഴിച്ച 1-2 പേര് മരണമടങ്ങിയുള്ള അവസ്ഥ ആലോചിച്ചു. കേരളം കത്തും, കുറച്ചുകൂടെ കത്തും. ഇതുപോലെയല്ല, അതുവരെ കാത്തിരിക്കുകയാണ്. ഇതൊരു വലിയ വിപത്ത്, നേരത്തെ പറഞ്ഞ വലിയൊരു ദുരന്തം കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ റിപ്പോർട്ട് എടുത്ത സ്റ്റോറി തന്നെ ഒരാൾ പറയുന്നുണ്ട്, ഇതിൽ ഈ സത്ത് പൊങ്ങിയതെല്ലാം ചെറിയ മത്സ്യങ്ങളാണ്. ഈ വലിയ മീനുകൾ ആ ബോഡി പൊങ്ങി വരാൻ ഇതിന് സമയം എടുക്കുമെന്നാണ് അവരെ ശവശരീരങ്ങൾ. അപ്പോൾ അതിന് സമയം എടുക്കും. അപ്പോൾ പിന്നീടായിരിക്കും ഈ വലിയ മീനുകൾ വരുന്നത്. കായലിൽ തന്നെയുള്ള വലിയ മീനുകൾ ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അവർ അല്പം കൂടെ ഒരു ദിവസം ഇങ്ങനെ എടുക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ കായൽ മലിനമാകുന്നു, അവിടെ ഈ വിഷാംശം കൂടുന്നു, ജനങ്ങൾ ഇതൊക്കെ എടുത്ത് കഴിക്കുന്നു. ഇതൊരു വല്ലാത്ത നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അതല്ലാതെ ഇതിന് എല്ലാത്തിനും ഞങ്ങൾ ഇനി ഇങ്ങനെ ഉണ്ടാകാതെ നോക്കാം എന്നുള്ള നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ തന്നെ പതിവ് പല്ലവി ഇനി അങ്ങോട്ട് നിർത്തുന്നതാണ് നല്ലത്. കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ തന്നെ സംരക്ഷണം നൽകേണ്ടതാണ് ഇപ്പോൾ സർക്കാരും അധികൃതരും എല്ലാവരും തന്നെ. ഇങ്ങനെ പോയാൽ ഇത് എവിടെ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇത് ഇന്ന് കൊച്ചിയിൽ സംഭവിച്ചത് നാളെ മറ്റ് പല സ്ഥലങ്ങളിലും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഇക്കാര്യങ്ങളെ പറയുന്നത്. പക്ഷേ നമ്മളതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നദികളെ ഇത്തരത്തിലുള്ള മലിനമാക്കി നമ്മുടെ ഭക്ഷണത്തിൽ പോലും വിഷം കലർത്തുന്ന ഈ ശക്തികളെ കണ്ടെത്തുകയും ശക്തമായ നടപടി എടുക്കുകയും വേണം. അതല്ലെങ്കിൽ നാളെയും ഇത് തന്നെയായിരിക്കും ആവർത്തിക്കുക. നമസ്കാരം.